നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കല്ലൂപ്പാറയിലെ ചരിത്രമുറങ്ങുന്ന 2 ദേവാലയങ്ങളുണ്ട്. അതിലൊന്ന് കിഴക്കോട്ട് ദർശനമുള്ള കല്ലൂപ്പാറ ഭഗവതി ക്ഷേത്രവും രണ്ടാമത്തേത് ക്ഷേത്രത്തിൻ്റെ തൊട്ടു പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി നിലകൊള്ളുന്ന കല്ലൂപ്പാറ വലിയ പള്ളിയും കാണാം. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതാണ് ഈ 2 ദേവാലയങ്ങളും. നമുക്കിന്ന് വലിയ പള്ളിയുടെ ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി എന്നറിയപ്പെടുന്ന ഈ പുണ്യ പുരാതന തീർത്ഥാടന കേന്ദ്രം പണി കഴിപ്പിച്ചത് കല്ലൂപ്പാറ ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ഇടപ്പള്ളി തമ്പുരാക്കന്മാരാണ്. 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ദേവാലയം ഏതാണ്ട് ക്ഷേത്ര നിർമ്മാണ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദൂരെ നിന്ന് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഒരു ക്ഷേത്രമാണെന്നേ തോന്നുകയുള്ളൂ. കേരളീയ വാസ്തുവിദ്യയും പെരുന്തച്ഛന്മാരുടെ കരവിരുതും ഇവിടെ നമുക്ക് കാണാം. സ്നേഹത്തിനും സൗഹൃദത്തിനും മുൻതൂക്കം നൽകിയിരുന്ന നമ്മുടെ രാജാക്കന്മാരുടെ നല്ല മനസ്സിൻ്റെ ഉദാഹരണമാണ് ഈ വലിയ പള്ളി. ഒരു പാറയുടെ മുകളിൽ തന്നെ ഭഗവതി ക്ഷേത്രവും സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയും പണി കഴിപ്പിച്ച് വരും തലമുറകൾക്ക് മാതൃക കാട്ടിക്കൊടുത്ത നമ്മുടെ രാജാക്കന്മാരുടെ വിശാല മനസ്സ് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ലോകത്ത് ഇന്നുവരെയും ഒരു ചരിത്രകാരന്മാർക്കും വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ശിലാലിഖിതങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നതും ഈ ദേവാലയത്തിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരുപാട് പള്ളികളുടെ മാതൃപള്ളിയായിട്ടാണ് ഈ വിശുദ്ധ ദേവാലയം അറിയപ്പെടുന്നത്. മുഖവാരത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാലാഖയുടെ പരിവേഷത്തിലുള്ള ശില്പം ആരെയും അത്ഭുതപ്പെടുത്തുന്നതും മറ്റൊരു ദേവാലയത്തിലും കാണാനും സാധിക്കുന്നതുമല്ല. ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയെങ്കിലും ഉൾവശം ക്യാമറയിൽ പകർത്താൻ തോന്നിയില്ല. ചിലത് അങ്ങനെയാണ്. നേരിൽ കാണേണ്ട കാഴ്ച നേരിട്ട് തന്നെ നമ്മൾ കാണണം. 90% തേക്കും ഈട്ടിയും കമ്പവുമാണ് ഈ ദേവാലയത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന തടികൾ. മേൽക്കൂരയിലെ കൊത്തുപണികൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ജാതി മത ഭേദമില്ലാതെ ഏവരെയും എപ്പോഴും സ്വാഗതം ചെയ്യുന്നു ഈ ദേവാലയം. കണ്ണുകൾക്ക് ഒരുപാട് കുളിരേകുന്നതാണ് ഈ ദേവാലയത്തിനുള്ളിലുള്ള കാഴ്ചകൾ. മനോഹരമായ ഒരു അൾത്താരയാണ് ഇതിനുള്ളത്. ഈ ദേവാലയത്തിനുള്ളിൽ ഒരുപാട് വിശുദ്ധന്മാരെ മറവ് ചെയ്തിട്ടുണ്ട്. പ്രധാന മക്ബഹയുടെ മുന്നിലുള്ള കൃഷ്ണശിലയിൽ തീർത്തിരിക്കുന്ന കൽപ്പടവുകൾ ഇതിനു മുൻപുണ്ടായിരുന്ന ദേവാലയത്തിൻ്റേതു തന്നെയാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ ഇപ്പോഴും അതിനെ സംരക്ഷിച്ചിരിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ അവകാശികളും അധികാരികളുമായിരുന്ന മേൽപ്പട്ടക്കാർ ഉപയോഗിച്ചിരുന്ന മുറികളും സാധനങ്ങളും മറ്റു സാമഗ്രികളുമെല്ലാം നമുക്കിവിടെ ഭദ്രമായി കാണാം. പുരാതന ലിപികളായ വട്ടെഴുത്ത്, കോലെഴുത്ത്, ഗ്രാമ്പി, ആര്യനെഴുത്ത്, നാനം മോനം തുടങ്ങിയ ലിപികളിൽ എഴുതിയ ശിലാലിഖിതങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദരണീയനായ ബാബു പോൾ സാറും മറ്റു പല ചരിത്ര ഗവേഷകരും ഈ ലിപികളിൽ പലതും വായിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിട്ടില്ല. ചരിത്ര ഗവേഷകരുടെ ഒരു അക്ഷയ ഖനിയാണ് കല്ലൂപ്പാറ എന്ന കൊച്ചു ഗ്രാമം. മണിമലയാറിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ഈ 2 ദേവാലയങ്ങളും സാഹോദര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിളംബരം വിളിച്ചറിയിക്കുന്നു. കല്ലൂപ്പാറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കാളും ഒട്ടും മോശമാകാൻ പാടില്ല ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണമെന്ന് ഇടപ്പള്ളി തമ്പുരാക്കന്മാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു കൂട്ടം പെരുന്തച്ഛന്മാരുടെ കരവിരുത് നമുക്ക് ഈ ദേവാലയത്തിൽ കാണാൻ സാധിക്കും. ഈ ദേവാലയം നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിൽ ഒരു അത്ഭുത സൃഷ്ടിയാണിത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.